ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. എന്നെ ഈ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ 2024 ഈ പുതിയ വർഷത്തെ കാൽ വെച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതുവത്സര ആശംസകളെ അറിയിക്കുന്നു. ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വലിയ ദൈവപ്രവൃത്തികൾ കാണപ്പെടുന്ന ഒരു ബ്ലെസ്സിങ് ഇയറാക്കി കർത്താവ് മാറ്റട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും നിങ്ങളെ ബ്ലെസ്സും ചെയ്യുകയാണ്. ഈ വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു ചെറിയ ദൈവശബ്ദം നിങ്ങളിലേക്ക് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ദൈവം ഇടപെട്ട ഒരു ഭാഗമാണ് യിരെമ്യാവിന്റെ പ്രവചനം 33-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഇതാ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഈ വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട ഒരു ദൂതാണ്, നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു സമൃദ്ധി അയക്കാൻ പോകുന്നു എന്ന്. ഏതൊക്കെ മേഖലകളിലാണ് കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതം? ഒന്ന്, രോഗികളായിട്ട് ഉള്ളവർ അവരുടെ മേലൊരു രോഗസൗഖ്യം കർത്താവ് അയക്കും. സമാധാനത്തിൻ്റെ മേഖല ആഗ്രഹിച്ചുകൊണ്ടും നാളുകളായി പ്രാർത്ഥിച്ചിട്ടും സമാധാനമില്ലാതിരിക്കുന്ന ഭവനത്തിനകത്ത്, വിഷയത്തിനകത്ത് തലമുറയ്ക്ക് വേണ്ടി ദൈവം സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒരു സമൃദ്ധി. സത്യത്തെക്കുറിച്ച് ഹീബ്രുവിൽ ഇങ്ങനെ പറയുന്നത് ഷിഫ എന്നാണ്. നിന്റെ ജീവിതത്തിൽ ഒരു ഷിഫ വെളിപ്പെടാൻ പോകുന്ന ഒരു ഇയറാണ്. ഒരു ഇയർ ഓഫ് അബിഡൻസ് കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് തരാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ദൂതിന് നിങ്ങളൊരു ആമയും പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഒരു ആമയും പറഞ്ഞത് സ്വീകരിക്കുക. കാരണം നിന്റെ ജീവിതത്തിൽ 2023 വരെ എവിടേക്കോ വലഞ്ഞു പോയിടം, എവിടേക്കോ ശൂന്യപ്പോയിടത്തും ആരോഗ്യമില്ലാതെ, രോഗത്തിൽ പിടിക്കപ്പെട്ട് സമാധാനമില്ലാതെ പലവിധ നീറുന്ന പ്രശ്നങ്ങളിൽ വലഞ്ഞ വ്യക്തിയാണെങ്കിൽ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ഒന്നുണ്ട്: നിനക്ക് ഒരു ശിഫ വെളിപ്പെടാൻ പോകുക, ഒരു സമൃദ്ധി വെളിപ്പെടാൻ പോകുക. പ്രശ്നങ്ങൾ വരുത്തില്ല എന്നുള്ളതല്ല, ഭാരങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ളതല്ല, രോഗങ്ങൾ വരുത്തില്ല എന്നുള്ളതല്ല. ഇതെല്ലാം വന്നാലും അതിൻ്റെ മുകളിലൂടെ നിന്നെ നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ടാകും. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് നീ പറ: ഒരു ഷിഫ വെളിപ്പെടുന്നു, ഒരു ഷിഫ വെളിപ്പെടുന്നു, ഒരു സമൃദ്ധി വെളിപ്പെടും. ഞാൻ അതിനെ കാണും, ഞാൻ അതിനെ അനുഭവിക്കും. എൻ്റെ വീടൊരു അനുഗ്രഹമാകും, എൻ്റെ തലമുറ ഒരു അനുഗ്രഹമാകും, എൻ്റെ സഭ ഒരു അനുഗ്രഹമാകണം. ശുശ്രൂഷ തലത്തിനകത്ത് ഒരു ബ്രേക്ക് ത്രൂ കാണാൻ ആഗ്രഹിക്കുന്ന ദൈവദാസന്മാർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ളൊരു ദൈവത്തിൻ്റെ ദൂത, നിൻ്റെ സ്ട്രഗിളുകളെ ദൈവം മാറ്റിയിട്ട് ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവിക വെളിപ്പാടിനകത്തേക്ക് ഒരു ശുശ്രൂഷയുടെ പുഷ്ടി, ഒരു ശുശ്രൂഷയുടെ സമൃദ്ധി, ഒരു ഷിഫ നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത്, സഭയ്ക്കകത്ത് കർത്താവ് അയക്കാൻ പോകുകയാണ്. ഈ ദൂതനെ എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവ് വൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുക. ഈ പുതിയ വർഷം ഒരു ഷിഫ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. ഐ ബ്ലെസ് ചെയ്യുന്ന കർത്താവെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരുടെ മേൽ സമൃദ്ധി ഉണ്ടാകട്ടെ, ഉയർച്ച വെളിപ്പെടട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു. ഷിഫ, ഷിഫ. ആമേൻ.